ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട റോസ്റ്റ് ആണ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം മുട്ടയുടെ തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് മുട്ടയിട്ട് മുട്ടയുടെ എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ എല്ലാ വശവും റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 3 സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, 2 പച്ചമുളക്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് പൊടികളുടെ എല്ലാം പച്ച മണം നന്നായിട്ട് മാറിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ.
മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.